ഡോക്ടർമാരെല്ലാവരും എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എണീച്ച് നടക്കുമെന്ന്. അപ്പോൾ നിങ്ങളായി കഴിയുന്ന ഒരു സഹായം എല്ലാവരും ചെയ്യണം. വീട്ടിലെ അവസ്ഥ വളരെ കഷ്ടം. ആശുപത്രി ചെലവിന് പൈസ ഇല്ല. പറ്റുള്ളൂ. നമസ്കാരം. ഈ റമദാൻ മാസത്തിൽ ഒരു സഹായം തേടിയുള്ള ഒരു വാർത്തയാണ് മറുനാടൻ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. 26 വയസ്സുള്ള ആസിഫ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിന് തൊട്ടു മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടപ്പിലാണ്. അദ്ദേഹം പെയിൻറ്റിംഗ് ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴി കിളിമാനൂരിൻ്റെ സമീപം വെച്ച് ഒരു കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിന് ഇടയാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നട്ടലിന് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. കല്ലറ സ്വദേശിയാണ് ആസിഫ് ഇപ്പോൾ കോട്ടയത്തെ ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആസിഫ്, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ജോലി കഴിഞ്ഞ് വരെയായിരുന്നു. അപ്പോൾ പന്നി കുറുക്കെ ചാടിയതാണ്. കുറുക്കെ ചാടി ഞാൻ പന്നിയെ കണ്ട് വെട്ടിച്ച് വണ്ടി ചെന്ന് തിട്ടയിടിക്കുകയായിരുന്നു. ഇടിച്ച് തെറിച്ച് കുഴിയിൽ വീണ് അവിടെ നിന്ന് ഒരു വീണ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബോധമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. ഒരു വെളുപ്പിനൊക്കെ ആയപ്പോഴാണ് ബോധം വന്നത്. പിന്നെയാണ് അറിയണം നട്ടൽ ഇത് കണക്കാണ്, നടക്കാൻ പറ്റില്ല. എവിടെയൊക്കെ ചികിത്സയ്ക്ക് പോയി? മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു 7 മാസം വേറൊരു തെറാപ്പി സെൻ്ററിലായിരുന്നു. അത് അവിടെ നിന്ന് പിന്നെ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എണീച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. വാക്കറിൽ പിടിച്ച് പയ്യെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ആയിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് മാറ്റം ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ ഇപ്പം നല്ല തുക പെൻഡിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിച്ച. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ സമയമെടുക്കും എന്നാ പറഞ്ഞത്. 1 വർഷമായിട്ട് ഇതേ കിടപ്പ് തന്നെയാണോ കിടക്കുന്നത്? ആസിഫിന് ഒരു സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആസിഫിൻ്റെ ഉമ്മ കൂടി ചേരുന്നുണ്ട്. ഉമ്മ, എന്താണ് ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ? ആശുപത്രി ചെലവിന് പൈസ ഇല്ല. ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും സഹായിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു വഴിയില്ല. നമ്മൾ വാടകയ്ക്കാണ്. വാടക ഇറക്കി നമ്മളെ കൊണ്ട് ജീവിക്കണോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞൂട്. എല്ലാം പടച്ചോൻ്റെ കയ്യിൽ. 3,10,000 രൂപ വെച്ചിങ്ങനെ അവർ മിനിങ്ങാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് അവർ വരുമ്പം പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞ് പയ്യെ സമാധാനത്തിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് പൈസ എല്ലാം അവിടെ കിടക്കണ്ട, നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം. നമ്മൾ പൈസ ഡിസ്ചാർജ് ചെയ്യണമെങ്കിലും പൈസ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലെല്ലാം ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, 99% ആസിഫ് നടക്കാനാണ് സാധ്യത. പിന്നെ സമയം പിടിക്കും, സമയം ദിവസവും മാസവും ഒക്കെ പിടിക്കും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവരൊക്കെ നല്ല സ്നേഹമുള്ളവർ തന്നെ. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, നമ്മൾ 2 പേര്, 4 പേരെ ഉള്ളായിരുന്നു. അപ്പം അമ്മക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അവർ കൊണ്ടുപോയി. അല്ലാതെ പിന്നെ വാപ്പ ഇറങ്ങിപ്പോണോണ്ടാണ് വീടൊക്കെ കഴിഞ്ഞു പോണത്. അതായിരുന്നു നല്ലൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ പ്രതീക്ഷ ഈ ആസിഫിൻ്റെ ഈ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായിട്ടും തളർന്നു പോയെന്നാണ് പറഞ്ഞത്. ആസിഫിൻ്റെ ഒരു സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഡോക്ടർ പറയുന്നത്? എൻ്റെ അനിയത്തിയുടെ മകനാണ് ആസിഫ്. ഡോക്ടർ പറയണത് ശരിയായി വരും, പക്ഷെ ഒരുപാട് സമയമെടുക്കും എന്നാണ് ഡോക്ടർ പറയണത്. നമുക്ക് ഇത് പൈനൽ സ്കോഡ് ചതഞ്ഞു പോയതാണ്. അപ്പോൾ പൈനൽ സ്കോഡ് പൊട്ടിപ്പോയിട്ടില്ല ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ചതഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അത് 3 വരപ്പം
റെഡിയായി വരും. ഇപ്പം പൊക്കിളിന് താഴോട്ട് പൂർണ്ണമായിട്ടും തളർന്ന അവസ്ഥയിലാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഇന്തോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ് അവൻ ഇച്ചിരിയെങ്കിലും ഇപ്പോൾ എഴുന്നേറ്റ് നമുക്കിങ്ങനെ കമ്പിയിൽ കട്ടിലിൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് എഴുന്നേറ്റ് ഇരിക്കും. പക്ഷെ കൈ അങ്ങ് എടുക്കുമ്പോൾ അങ്ങ് മറിഞ്ഞു പോകും. ആ അവസ്ഥയിലാണ്. പിന്നെ കാലിന് ഇതുവരെ ചലനം ഇതുവരെ വന്നില്ല. യൂറിനും ലാട്രിനും പോണതും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അവന്. ഇപ്പോഴും ട്യൂബ് ഇട്ടൊക്കെയാണ്. കഴിഞ്ഞ നോമ്പിൻ്റെ തലേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ 1 വർഷമായി. ഒരു 6 മാസം വരെ നമ്മൾ അവിടെ പിന്നെ പാലോട് വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെറാപ്പി സെൻറ്ററിലായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ വന്നപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഇതിൽ കൊണ്ടുപോയി അദ്ദേഹം തെറാപ്പി ചെയ്താണ് അവൻ്റെ ബോഡി ഒരുവിധമായി വന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു മാറ്റം വന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് നല്ല ഇതായി വന്നു, ബോഡി നല്ല സ്ട്രോങ് ആയിട്ട് വന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇന്തോ അമേരിക്കൻ ഹോസ്പിറ്റലിനെ കുറിച്ച് എൻ്റെ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് പറയുകയും ഇവിടെ വന്ന് ഡോക്ടറെ നമ്മൾ കാണുകയും ഡോക്ടർ നമുക്ക് നോക്കിയിട്ട് റിസൾട്ടൊക്കെ വാങ്ങിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് ഏറ്റെടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ചികിത്സ തുടങ്ങിയത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. പക്ഷേ ഇനി അങ്ങോട്ട് മുൻപോട്ട് അവനെ ചികിത്സിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് വേണം. പ്രേക്ഷകർക്ക് ഒരുപാട് സംശയം തോന്നിയത് ഗവൺമെൻറ് ആശുപത്രികളിൽ കൊണ്ടുപോയിക്കൂടെ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കൂടെയൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ചികിത്സിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്കുള്ള മറുപടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയതാണ്. മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെന്നിട്ട് ഡോക്ടർ അവിടുത്തെ പ്രഗത്ഭനായ ഓർത്തോ ഡോക്ടർ തന്നെയാണ് നമ്മൾ കണ്ടതും. അദ്ദേഹം തന്നെയാണ് ഓപ്പറേഷൻ നടത്തി നട്ടലിൽ കമ്പി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പി ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് ഒരുപാട് സമയം പ്രതീക്ഷ വേണ്ട, ഒരുപാട് സമയം എടുക്കും, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവന് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്ത് സമയം ഇതാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് ഇട്ട് കൊടുത്ത് അവനെ ഇരുത്തി എന്ന് പറഞ്ഞാൽ ഇനി അവൻ അതിൽ നിന്നും ഇതാവത്തില്ല എന്നുള്ള ആ ഒരു സാറ് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ മതി, അങ്ങനെ പറ്റത്തുള്ളൂ ഇനിയിപ്പം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ഏകദേശം ഒരു 10 ദിവസത്തോളം വീട്ടിൽ കിടത്തുകയും അങ്ങനെയാണ് ഈ ഡോക്ടറുമായി പരിചയപ്പെട്ടു. അദ്ദേഹം വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയി തെറാപ്പി തുടങ്ങുന്നത്. ആ തെറാപ്പി തുടർന്ന് പോണ വഴിയിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നതും. ഇവിടെ ഇന്തോ അമേരിക്കൻ ഹോസ്പിറ്റൽ ഇവിടെ വന്നതിൽ ഒരുപാട് മാറ്റമുണ്ട് അവനെപ്പോലെ ഒരുപാട് പേര് ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ വന്നവരൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി അനുഭവങ്ങൾ നമ്മൾ കണ്ടുവിടാ. അപ്പോൾ ഡോക്ടർ നമുക്ക് പ്രതീക്ഷ തന്നിരിക്കുകയാണ്. ഉറപ്പായിട്ട് ചികിത്സിച്ചാൽ എഴുന്നേറ്റ് നടക്കും. 100% മാറും തന്നെയാണ്. ഇന്നലെയും ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞ് 100% മാറും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, ഇനി അങ്ങോട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് 3,70,000 രൂപയ്ക്ക് പുറത്ത് ഇവിടെ പെൻഡിങ് ആണ്, അടയ്ക്കാനുള്ളതാണ്. അതിൽ കൂടുതൽ നമ്മൾ അടച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി അടയ്ക്കാനുള്ളത് ഈ എമൗണ്ടാണ്. പക്ഷേ ഇനി ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. റിയാസ് ഒരു ക്യാൻസർ അതിജീവിച്ച് വന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴും പക്ഷേ ഇടയ്ക്ക് ചെക്കപ്പിനൊക്കെ RCCയിൽ പോകാറുണ്ട്. അദ്ദേഹം ഇവരെ കൂടെ നിന്ന് സഹായിക്കുകയാണ്. എന്തായാലും ആസിഫിനെ കൈവിടരുത്. ആസിഫിന് ചികിത്സയ്ക്ക് വേണ്ടുന്നൊരു സഹായം, നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ഞങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. 26 വയസ്സേ ഉള്ളൂ. ഈ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഉറപ്പായും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പല തെളിവുകളും അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ആവശ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും PT ഉല്ലാസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.